നമസ്കാരം. രാഷ്ട്രീയ ചർച്ചകളിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കേൾക്കാറുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലം മാത്രമാണെന്നും ഈ പുതിയ തലമുറയോടും ജെൻസിയോടൊന്നും പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ഇനിയാവില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ എത്രത്തോളം അച്ചട്ടാണെന്നും ഭരണകൂടം എത്രമാത്രം ഭയപ്പാടിലാണ് ജീവിക്കുന്നതെന്നും ഡൽഹി ജന്തർ മന്ദറിലെ സമരഭൂമിയിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഈ രാജ്യത്ത് തികച്ചും സമാധാനപരമായ രീതിയിൽ സമരം ചെയ്യാൻ ഇറങ്ങിയ വിദ്യാർത്ഥികളെയാണ് ഭരണകൂടം അതിക്രൂരമായി നേരിട്ടത്. ഡൽഹി പോലീസിനെ മാത്രം മുന്നിൽ നിർത്തിയായിരുന്നില്ല ഇവരുടെ നീക്കങ്ങൾ എന്നതും വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒന്നാണ്. RSSന്റെയും ബജ്രംഗ് ദളിന്റെയും ഒക്കെ ക്രിമിനൽ ഗുണ്ടകളെയാണ് വിദ്യാർത്ഥികൾക്കെതിരെ നേരിട്ട് അഴിച്ചുവിട്ടത്. പോലീസിന്റെ ലാത്തി ചാർജിൽ ചോരയൊലിപ്പിച്ച് ജീവനു വേണ്ടി പൊരുതുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ നമ്മുടെ കരളലിയിപ്പിക്കുന്നതായിരുന്നു. സമരമുഖത്തുണ്ടായിരുന്നവരെ പിന്നീട് എങ്ങനെയെങ്കിലും വേട്ടയാടാനും ഭയപ്പെടുത്താനും വേണ്ടി ഡൽഹി പോലീസ് ഫേസ് റെക്കഗ്നേഷൻ വാനുകൾ വരെ ജന്തർ മന്ദറിന് സമീപം കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. എന്നാൽ ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകളുമായി നിരന്തരം ഇടപഴകുന്ന ChatGPTയെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും ഒക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ പുതിയ തലമുറയുടെ ബുദ്ധിശക്തി എന്താണെന്ന് ഈ ഭരണാധികാരികൾക്ക് മനസ്സിലായില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവർക്ക് വലിയ ഹൈടെക് ക്യാമറകളോ മുഖം തിരിച്ചറിയുന്ന സങ്കീർണമായ സംവിധാനങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയൊരു മൊബൈൽ ഫോൺ തന്നെ ധാരാളമായിരുന്നു തങ്ങളെ ആക്രമിക്കാൻ വന്ന RSS ക്രിമിനലുകളുടെ ഊരും പേരും ജാതകവും അടക്കം പുറത്തെടുക്കാൻ. ഇന്ന് പാർലമെന്റിൽ പോലും ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മാത്രമല്ല, ഒപ്പം നിന്ന് തല്ലാൻ RSS സംഘപരിവാർ പ്രവർത്തകരും ബജ്രംഗ് ദളുകാരും ഉണ്ടായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ ചോദ്യത്തിലൂടെ തുറന്നു കാട്ടുന്നു. വിദ്യാർത്ഥികളെ ഇത്രയും ക്രൂരമായി വേട്ടയാടാൻ ആരാണ് അനുമതി നൽകിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ വിയർക്കുകയാണ്. ഒടുവിൽ ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പേടിച്ച് മാളങ്ങളിൽ ഒളിക്കേണ്ട ഗതികേടിലാണ് ഇവരിപ്പോൾ. രാജ്യത്തെ ഭാവി തലമുറയുടെ ചിറകരിയുക എന്നതായിരുന്നു ഇവരുടെ ഏക ലക്ഷ്യം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പോലീസിനും മറ്റു സുരക്ഷാ സേനകൾക്കുമൊക്കെ ചില നിയമപരമായ പരിധികളുണ്ട്. യൂണിഫോം അണിഞ്ഞവർക്ക് അതിൻ്റെതായ ചട്ടക്കൂടുകൾ ഉള്ളതുകൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ കഴിയൂ. ആ അതിർവരമ്പുകൾ അവരെപ്പോഴും സൂക്ഷിക്കും എന്ന് നന്നായി അറിയാമായിരുന്നത് കൊണ്ടാണ് നാഗ്പൂരിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ RSS ഗുണ്ടകളെ കൃത്യമായി ക്വട്ടേഷൻ സംഘങ്ങളെ പോലെ ഇവർ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അഴിച്ചുവിട്ടത്. വിദ്യാർത്ഥികളെ ക്രൂരമായി അടിച്ച് പരിഭ്രാന്തരാക്കി സമരത്തെ പൊളിക്കുക എന്നതായിരുന്നു ഏക അജണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? വിദ്യാർത്ഥികളുടെ കയ്യിൽ പെല്ലറ്റ് ഗണ്ണോ AK-47 തോക്കുകളോ മാരകായുധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു മൊബൈൽ ഫോൺ മാത്രമായിരുന്നു. ആ മൊബൈൽ ഫോൺ വഴി കാര്യങ്ങൾ പുറത്തു വരുന്നത് തടയാൻ ജന്തർ മന്ദറിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ വരെ അമിത്ഷായുടെ ഭരണകൂടം ബ്ലോക്ക് ചെയ്തു. വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് എത്താതിരിക്കാൻ സമീപത്തെ മെട്രോ സ്റ്റേഷനുകൾ വരെ അടച്ചുപൂട്ടി. എന്നിട്ടും എന്താണ് ഉണ്ടായത്? ഭരണകൂടത്തിന്റെ എല്ലാ അടവുകളും പൊളിച്ച് വിദ്യാർത്ഥികൾ ആർത്തിരമ്പി ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേർന്നു. സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരം ക്രിമിനലുകളെയും റേപ്പിസ്റ്റുകളെയും ഒക്കെ ഇറക്കിവിടാൻ നമ്മുടെ രാജ്യത്തെ ഏത് നിയമമാണ് അനുമതി നൽകുന്നത്? അമിത്ഷായുടെ യഥാർത്ഥ പേടി തുടങ്ങുന്നത് അന്ന് പാർലമെന്റ് മാർച്ചിന്റെ ദിവസമാണ്. വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ ഇവിടെ സമരവേദിയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ പന്തലുകളും മറ്റും ഈ ക്രിമിനലുകളെ വെച്ച് പൊളിച്ചു മാറ്റിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. എത്രമാത്രം നീചമായ രാഷ്ട്രീയമാണിത്! എന്നിരുന്നാലും വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ തെളിവാണ് രാജ്യത്തെ മുതിർന്ന അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള പ്രമുഖൻ ഈ നിയമ പോരാട്ടത്തിൽ അവർക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നത്. എന്നാൽ ഇത്രയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ നടന്നിട്ടും മോദിയോ അമിത്ഷായോ ലോക്സഭയിലോ രാജ്യസഭയിലോ വന്ന് ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഉയരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം.
രാഹുലിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുമ്പോഴും ഈ സർക്കാരിന്റെ അടിത്തറ ഇളക്കുന്ന ശക്തമായ പണികളാണ് വിദ്യാർത്ഥികളും രാഹുലും ചേർന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 12 വർഷത്തെ ഭരണത്തിനിടയിൽ മോദിയും BJPയും ചെയ്ത ഏറ്റവും വലിയ മൂടത്തരങ്ങളിൽ ഒന്നാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടക്കത്തിൽ പൂർണ്ണമായി അവഗണിച്ചത്. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളെ പരമപുച്ഛത്തോടെ തള്ളിക്കളയുകയായിരുന്നു ഇവർ ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റും വരെ വിച്ഛേദിച്ച് പരമാവധി ദ്രോഹിച്ചപ്പോഴാണ് ആ പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിച്ചത്. ആ അവഗണനയും ക്രൂരതയുമാണ് ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. ഒടുവിൽ ഒന്നുറപ്പാണ്, തങ്ങളെ ആക്രമിക്കാൻ വന്ന RSS ക്രിമിനലുകളെ ഏതെങ്കിലും വലിയ ഹൈടെക് സംവിധാനങ്ങളുടെ സഹായത്തോടെ അല്ല, തങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ മൊബൈൽ ഫോൺ വെച്ച് തന്നെയാണ് വിദ്യാർത്ഥികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. ഭരണകൂടത്തിന്റെ എല്ലാത്തരം ക്രൂരതകൾക്കും ഭീഷണികൾക്കും എതിരെയുള്ള ഈ ചെറുത്തുനിൽപ്പ് ചരിത്രത്തിൽ സമ്പൂർണ്ണ ലിപികളിൽ എഴുതപ്പെടും എന്നത് തീർച്ചയാണ്.